ബഹുമാനപ്പെട്ട വിശ്വാസികളെ, റമദാൻ 17 ബദർ യുദ്ധം എന്ന് പറയുന്ന അസത്യത്തിനെതിരെ സത്യം പടപൊരുതി വിജയിച്ച ഒരു ദിനമാണ്. അതുപോലെ തന്നെ റമദാൻ 17 മറ്റൊരു വിശേഷണം കൂടി സംസാരിക്കേണ്ടതുണ്ട്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനം കൂടിയായിരുന്നു. ആയിഷ ബീവിയെ സംബന്ധിച്ചൊക്കെ വളരെ വിശാലമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ എന്നു മാത്രമല്ല, സ്വഹാബി വനിതമാരുടെ കൂട്ടത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന, മാതൃക സൃഷ്ടിക്കാവുന്ന ജീവിതം നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ ഉമ്മയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മഹദിയായ ആയിഷ ബീവിയെ സംബന്ധിച്ച് പറയുമ്പോൾ, സ്ത്രീകളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ മുമ്പന്തിയിലുള്ള സ്ത്രീകളിൽപ്പെട്ട മഹദിയാണവർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും വലിയ പണ്ഡിതയായിട്ട് പണ്ഡിത സമൂഹം, ലോകം അംഗീകരിക്കുന്ന, ഹദീസിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള വലിയ മഹാവനിതയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളാണ്. ഉമ്മയുടെ പേര് ഉമ്മു റുമാൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ പ്രവാചകത്വം ലഭിച്ചു. അതിനുശേഷം 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് മഹദി മക്കയിൽ ജനിക്കുന്നത് തന്നെ. ഇമാം ദഹബി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. പ്രവാചകത്വത്തിന് ശേഷം 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ആയിഷ ബീവി ജനിച്ചതെന്ന്. മഹദിയുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് മഹദിയുടെ കുടുംബം. കാരണം പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ ആദ്യ ഖലീഫ, കൂട്ടത്തിൽ തന്നെ നബിയുടെ ആത്മസുഹൃത്ത്, നബിയുടെ കൂട്ടത്തിൽ എല്ലാ സമയത്തും ഉണ്ടാകുന്ന നബിയുടെ കൂടെ നബി ഹിജ്റ പോകാൻ വരെ തിരഞ്ഞെടുത്തിട്ടുള്ള വലിയ സുഹൃത്തായിരുന്നല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഈ അബൂബക്കർ തങ്ങളുടെ മകളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചരിത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ആയിഷ ബീവിയുടെ സഹോദരന്മാരാണ് അസ്മാ ബിൻത് അബൂബക്കർ, അബ്ദുല്ലാഹി ഇബ്നു അബീബക്കർ, അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ. ഇവരൊക്കെ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളുടെ മക്കളും മഹദിയായിട്ടുള്ള ആയിഷ ബീവിയുടെ സഹോദരന്മാരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നടന്ന വിവാഹത്തെ സംബന്ധിച്ച് പലപ്പോഴും പല ആളുകളും ചർച്ച ചെയ്യാറുണ്ട്. വയസ്സ് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വലിയ പദവിയിലേക്ക് എത്തിയത് തന്നെ മഹദിയായ ആയിഷ ബീവി റസൂലിൻ്റെ പത്നിയായതിന് ശേഷമാണ് എന്ന് ചരിത്രം പരാമർശിക്കുന്നുണ്ട്. ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ സ്വപ്നത്തിൽ 2 തവണ നിന്നെ കണ്ടു. ഒരു മലക്ക് നിന്നെ ഒരു പുടവയിൽ കൊണ്ടുവരുന്നതായിട്ട്, ഒരു പട്ടിൻ്റെ പുടവയിൽ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ആയിഷ ബീവിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആയിഷ ബീവിയുടെ ജീവിതം, ആയിഷ ബീവി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമതിയായ സ്ത്രീയായിരുന്നു, വളരെ അറിവുള്ള സ്ത്രീയായിരുന്നു. ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം 9ഓളം വർഷം ജീവിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനോളം പറയും, നബിയുടെ വഫാത്തിൻ്റെ സമയത്ത് റസൂലുള്ള ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. ആയിഷ ബീവി പറയുന്ന, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, തൂഫിയ റസൂലുള്ളാഹി ബൈന സഹരി വ നഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ നെഞ്ചിനും കഴുത്തിനും ഇടയിലിരിക്കുമ്പോഴാണ്, എൻ്റെ നെഞ്ചിനും കഴുത്തിനും ഇടയിലായിരിക്കുമ്പോഴാണ് വഫാത്തായത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. മഹദിയുടെ പരാമർശങ്ങൾ വിശുദ്ധമായ ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്. ഇഫ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യപരിശോധനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമയത്ത് ആയിഷ ബീവിയെക്കുറിച്ച് ചില ആളുകൾ തെറ്റിദ്ധാരണ ഉന്നയിച്ച സമയത്ത് വിശുദ്ധ ഖുർആൻ മഹദിയായ ആയിഷ ബീവിയുടെ നിരപരാധിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ആയത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധമായിട്ടുള്ള ഖുർആനിലെ സൂറത്ത് നൂറിൽ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി എന്ന് പറയുന്ന ആയത്തിൻ്റെ പരാമർശങ്ങളിലേക്ക് ഈ സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പാഠം നൽകിയിട്ടുണ്ട്. അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മഹദികളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള വിശുദ്ധ ഖുർആൻ്റെ ആധികാരികമായിട്ടുള്ള ഹുക്മ് മഹദിയുടെ ഈ വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആയിഷ ബീവിയുടെ അറിവിൻ്റെ വിഷയം വളരെ സംഭാവന ഇസ്ലാമിന് നൽകിയിട്ടുള്ള മഹദിയാണ് എന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ
ആയിഷ ബീവിയുടെ പേര് നമുക്ക് കാണാൻ പറ്റും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ റുവിയ ആൻഡ് ആയിഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയുടെ ഹദീസിനെയൊക്കെ പരാമർശിക്കാറുണ്ട്. 2210 ഹദീസ് പണ്ഡിതന്മാർ അവരിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. മഹാനായിട്ടുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റവത്ത് ആയിഷ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2210 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ആയിഷ ബീവി 210 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇമാം സുയൂത്തി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് സ്വഹാബി വനിതമാർ ആയിഷ ബീവിയുടെ ഫിഖിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ ബീവിനോട് ഫിഖിയായ മസലകൾ ചോദിക്കാറുണ്ടായിരുന്നു. ഇമാം സുഹരി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെ അറിവ് ഒന്നിച്ചു വന്നാലും ആയിഷ ബീവിയുടെ അറിവ് തന്നെ മുന്തി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ആയിഷ ബീവിയുടെ മഹത്വം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും, സ്ത്രീകളിൽ ആയിഷ ബീവിയുടെ മഹത്വം, ഭക്ഷണങ്ങളിൽ സരീദ് ഭക്ഷണത്തിന് എത്ര മഹത്വമുണ്ടോ ആ ഭക്ഷണത്തിൻ്റെ മഹത്വം ബാക്കിയുള്ള ഭക്ഷണങ്ങളെക്കാളും എത്രയുണ്ടോ അതിനോളമുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങളിൽ നിന്ന്. സരീദിനുള്ള മഹത്വം പോലെ തന്നെ മറ്റുള്ള സ്ത്രീകളിൽ നിന്നും ആയിഷ ബീവിക്കുണ്ടാകുന്ന ഫദ്ല് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഫദ്ലു ആയിഷ അല നിസാ കഫദ്ലി സരീദ് അല സായിരി തുആം. സരീദ് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ രുചികരമായ ഭക്ഷണമാണ്. ആ രുചികരമായ ഭക്ഷണത്തിന് അതിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞത് ആയിഷ ബീവിയുടെ ഫദ്ല് പോലെയാണ്. ബാക്കിയുള്ള സ്ത്രീകളുണ്ടായിരിക്കെ തന്നെ ആയിഷ ബീവിക്ക് പ്രത്യേക ഫദ്ലുണ്ട് എന്ന് മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മഹദി അവറുകൾ ഹിജറ 58 മദീനയിലെ ജന്നത്തുൽ ബഖീയിലാണ് മഹദി അവറുകളെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹദി അവറുകളുടെ വഫാത്ത് ഹിജറ 58 മദീനയിലായിരുന്നു. അവരെ ജന്നത്തുൽ ബഖീയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്, മറവ് ചെയ്തിട്ടുള്ളത്. ആയിഷ ബീവിയുടെ ജീവിതത്തെ സംബന്ധിച്ച് കുറേ പഠിക്കാനുണ്ട്. മഹദിയായ ആയിഷ ബീവിയുടെ ജീവിതത്തിൽ ധാരാളം, നേരത്തെ സൂചിപ്പിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടത് 2 തവണ മലക്കുകൾ വന്നുകൊണ്ട് പട്ടിൽ നിന്നുള്ള ഒരു കഷ്ണത്തിൽ ആയിഷ ബീവിയെ ചുറ്റിക്കൊണ്ട് ആയിഷ ബീവിയെ ആദരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പിന്നീടാണ് ആ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിഷ ബീവിയെ അള്ളാഹു വിവാഹം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു നിർദ്ദേശപ്രകാരം, ആ ഒരു വഹീ പ്രകാരം കല്യാണം കഴിക്കുന്നത് തന്നെ. ഒരിക്കൽ ഒരു സ്വഹാബി നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശങ്ക കൂടാതെ പറഞ്ഞത് ആയിഷ എന്നാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവരുടെ മഹദിയുടെ വീട്ടിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ ഉമ്മ സലമ ലാ തുദീനി ഫി ആയിഷ ഫഇന്നഹു വല്ലാഹി മാ നസല അലയ്യൽ വഹ്യു ഫി ലിഹാഫി ഇംറഅത്തിൻ മിൻകുന്ന ഗൈരിഹാ. എൻ്റെ ഭാര്യമാരിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ് കേട്ടോ വഹി വന്നിരുന്നത്. അതുകൊണ്ട് ഉമ്മു സലമ ഒരിക്കലും ആയിഷ ബീവിയുടെ പേരും പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നിരുന്നത് എന്ന് റസൂലുള്ളാഹി ആയിഷ ബീവിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബാക്കിയുള്ള സ്ത്രീകളും ബാക്കിയുള്ള സ്വഹാബി വനിതമാരായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുണ്ടായിരിക്കെ ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി ഇഹലോകവാസം വെടിഞ്ഞത്. നമുക്കറിയാം, ചരിത്രങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഒരിക്കലും ആയിഷ ബീവിയും റസൂലുള്ളാഹിയും കൂടി ഓട്ടമത്സരം നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഹദീസിൽ കാണാൻ പറ്റും, ഫസാബഖനി ഫസബഖ്തുഹു എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുമ്പിൽ ചാടി, ഞാൻ റസൂലിൻ്റെ മുമ്പിലും ചാടി എന്നൊക്കെ പറയുന്ന ഹദീസ് കാണാൻ പറ്റും. അത്രയ്ക്കും തമാശ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്കിടയിലായിരിക്കെ തന്നെ ഭാര്യമാരോട് തമാശ കാണിച്ചിരുന്നു. ആയിഷ ബീവിയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്സരിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ഹദീസ് കാണാൻ പറ്റും. കർമ്മശാസ്ത്രത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന തയമ്മും എന്ന് പറയുന്ന ഒരു പ്രക്രിയ, വെള്ളം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ രോഗം ബാധിക്കുന്ന സമയത്ത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് തയമ്മും ചെയ്യാമെന്ന് പറയുന്ന നിയമത്തിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം, ആ ഒരു ഹുക്കം ഇറങ്ങാനുള്ള പശ്ചാത്തലം തന്നെ മഹദിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു യാത്രയിൽ തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു, നെക്ലേസ് നഷ്ടപ്പെട്ടു.
മഹദിയായ ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ബഅദി അസ്ഫാരിഹി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞങ്ങൾ റസൂലിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ ഈ സമയത്താണ് മഹദിയുടെ മാല നഷ്ടപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അത് തിരയാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ എല്ലാവരും കൂടി തിരയാൻ തുടങ്ങി. എല്ലാവരും കൂടി മാല കണ്ടെത്താൻ വേണ്ടി സൈന്യം മുഴുവനും അവിടെ യാത്ര നിർത്തിക്കൊണ്ട് മാല തിരയാൻ വേണ്ടി നിന്ന സമയത്ത് അവർക്ക് വെള്ളം കിട്ടാതെ, അവർക്ക് വുളൂ ചെയ്യാനും മറ്റും ബുദ്ധിമുട്ടായ, വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഈ സമയത്ത് ചില സ്വഹാബികൾ പോയിക്കൊണ്ട് പറഞ്ഞു, റസൂലിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ടൊക്കെ പറഞ്ഞു, ഈ ആയിഷ ബീവി കാരണം സൈന്യം മുഴുവനും ഇവിടെ നിൽക്കേണ്ടി വന്നു, ഇവിടെ വെള്ളവും കിട്ടുന്നില്ല എന്ന് അവർ പരാതിപ്പെട്ടു. ഇത് മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് ആളുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. റസൂലിനോട് സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളൊന്നും പറയില്ലല്ലോ. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, നീ റസൂലിനെയും ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനെ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, ഹബസ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാസ് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ റസൂലുള്ളാഹിയെയും ജനങ്ങളെയും ഇവിടെ ബുദ്ധിമുട്ടിലാക്കിയല്ലോ, പിടിച്ചു വെച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റസൂലിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരാമർശമായിട്ട് അബൂബക്കർ തങ്ങൾ ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ജനങ്ങൾ ആകെ ആശങ്കയിലായി, മുസ്ലിങ്ങൾ ആശങ്കയിലായി. എവിടെ വെള്ളം കിട്ടുന്നില്ല, യാത്രയിലാണ്, യാത്രക്കാരുമാണ്, വെള്ളവും കിട്ടുന്നില്ല. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയമ്മമിൻ്റെ നിയമം ആ സമയത്ത് ഇറക്കിയത്. വലം തജിദൂ മാഅൻ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും എന്ന് പറയുന്ന സൂറത്ത് നിസാഇൻ്റെ 43-ാമത്തെ ആയത്ത്. മഹദിയുടെ വെള്ളം കിട്ടാത്ത സമയത്ത് ശുദ്ധമായ മണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്താൽ മതി എന്ന് പറയുന്ന തയമ്മമിൻ്റെ ഹുക്കുമ് വരെ ഇറങ്ങിയത് ആയിഷ ബീവിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു ഭാഗത്തു നിന്നല്ല, റസൂലിൻ്റെ ഭാഗത്തു നിന്നല്ല ഈ ഒരു വഹീൻ്റെ വിളിയാളം വന്ന സമയത്ത് സ്വഹാബാക്കൾ ആകെ സന്തോഷിച്ചു. ഈ സമയത്ത് സ്വഹാബികളിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, മാഹിയ ബി അവ്വലി ബറക്കത്തിക്കും യാ ആലി അബീബക്കർ, അബൂബക്കർ തങ്ങളുടെ കുടുംബമേ, ഇത് ആ കുടുംബത്തിൻ്റെ ആദ്യ അനുഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹദിയെ വർണ്ണിച്ചുകൊണ്ടൊക്കെ സ്വഹാബാക്കൾ പറയുന്നുണ്ട്. പിന്നീട് ആ മാല അവർക്ക് കിട്ടി. അവർ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചപ്പോൾ അതിനടിയിൽ മാല കിട്ടുകയും എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്തു. അതായത് അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു സാഹചര്യം ഒരിക്കൽ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഈ ഒട്ടകത്തിൻ്റെ അടിയിലുണ്ടായിരുന്നോ എന്നുള്ള ആ കാര്യത്തിൽ അവർ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നു. അതായത് ഇസ്ലാം വളരെ എളുപ്പമുള്ള മതമാണ് എന്നുള്ളത്. വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മം അനുവദിച്ചിട്ടുള്ള ഒരു നിയമം വരുന്നുണ്ട്, നിയമമുണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു പാഠം ഈ സംഭവത്തിൽ നിന്നും സ്വഹാബാക്കൾക്കും നമുക്കുമെല്ലാം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏത് പ്രതിസന്ധി സമയത്ത് പോലും അള്ളാഹു അതിനൊക്കെ പരിഹാരം കാണുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആയിഷ ബീവി കാരണമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ സൗകര്യം ലഭിച്ചത്. അതേപോലെ തന്നെ സ്വഹാബാക്കളുടെ ഐക്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി മാല തെരഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഇത് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇങ്ങനെ വലിയ മഹത്വത്തിനുടമയായിരുന്നു മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിലെ വലിയ പണ്ഡിതയായിട്ട് ആളുകൾ വാഴ്ത്തിയത് മഹദിയായിരുന്നു. സ്ത്രീകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ, അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സ്ത്രീകൾക്ക് ഒരു ഗുരുനാഥയായിട്ടും ഇസ്ലാമിക അറിവിനെ പ്രസരിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ മഹദിയായ ആയിഷ ബീവിയോളം മഹത്വം വേറെ ആൾക്ക് കിട്ടിയിട്ടില്ല. വലിയ പ്രശംസയായിരുന്നു. ഇമാം സുഹരി തങ്ങൾ പറയുന്നുണ്ട്, ലൗ ജുമിഅ ഇൽമു ആയിഷ ഇലാ ഇൽമി ജമീഇൻ നിസാ ലക്കാന ഇൽമു ആയിഷ അഫ്ളൽ. എല്ലാ സ്ത്രീകളുടെ ഇൽമെടുത്ത് നോക്കുകയാണെങ്കിൽ ആയിഷ ബീവിയുടെ ഇൽമു തന്നെ മുൻപിൽ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ആയിഷ ബീവിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചും എല്ലാവരും പറയുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കാന ഖുലുഖുഹു ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം തന്നെ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്ന ആ സ്വഭാവമാണ്. വിശുദ്ധമായ ഖുർആൻ്റെ സന്ദേശമാണ്. ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവരാണ് എന്ന് പറയുന്നത്. ഇത് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തതാണ്. കാന ഖുലുഖുഹു ഖുർആൻ, നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. അപ്പോൾ നബിയുടെ ജീവിതം മുഴുവനായിട്ടും കണ്ടു. അതായത് തൻ്റെ കല്യാണശേഷം അതിനു മുമ്പ് തന്നെ റസൂലിനെ കണ്ടു വളർന്ന വലിയ ഒരു സ്ഥാനത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്ത മഹദിയാണ് ആയിഷ ബീവി. അതുകൊണ്ടാണ് ആയിഷ ബീവി ഇങ്ങനെ റസൂലിനെ വരച്ച വരയിൽ വെച്ചുകൊണ്ട് കണ്ട ആ ഒരു നേരിട്ട് കണ്ടതുപോലെ പറഞ്ഞു, കാന ഖുലുഖുഹു ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്,
കാനഫി മിഹിനത്തി അഹ്ലിഹി എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരെയൊക്കെ സഹായിക്കുമായിരുന്നു, വീട്ടുപണിയിലൊക്കെ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു എന്ന് പറയുന്ന ഹദീസ് മഹദിയായ ആയിഷ ബീവി പറയുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഏറെ നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിനോളം പറഞ്ഞു, നബിയുടെ കാല് നീര് വന്നുകൊണ്ട് അത്രക്കും ആത്മാർത്ഥതയോട് കൂടിയിട്ട് മുറിയാത്ത രൂപത്തിൽ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം റസൂലുള്ളാ പ്രയാസം സഹിച്ചുകൊണ്ടും തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം അറിയിച്ചിട്ടുണ്ട് എന്ന് നമ്മെ അറിയിച്ചത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ആയിഷ ബീവിയുടെ ഓർമ്മശക്തിയെ സംബന്ധിച്ചൊക്കെ പറയുന്നത് വളരെ ഓർമ്മശക്തിയുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് നബിയുടെ പത്നിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയതും ആയിഷ ബീവിക്കാണ്. പണ്ഡിതന്മാർ അവരുടെ ഫിഖിനെ സംബന്ധിച്ച് വളരെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖാലത്തിൻ അഫ്ഖഹി നിസാഇൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ സ്ത്രീകളിൽ ഏറ്റവും ഫിഖാറിയുന്നവൾ ആയിഷ ബീവിയാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട മറ്റുള്ള വിഷയം, ആയിഷ ബീവിയുടെ കുടുംബത്തിൻ്റെ മഹത്വം കൂടിയാണ്. ആയിഷ ബീവിയുടെ കുടുംബത്തിൻ്റെ മഹത്വം പറയേണ്ട ആവശ്യമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവാണ്. അതേപോലെ തന്നെ ഉപ്പയായിട്ട് വരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഇങ്ങനെ വലിയൊരു നബിയുമായിട്ട് ഏത് നിലയ്ക്ക് നോക്കുമ്പോഴും, നബിയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴും, അബൂബക്കർ സിദ്ദീഖുമായി ചേർന്ന് നിൽക്കുമ്പോഴും മഹത്വം വലിയ രൂപത്തിൽ കിട്ടിയിട്ടുള്ള മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കുറേ ഗുണപാഠമുണ്ട്. വളരെ ലാളിത്യ ജീവിതം നയിച്ച മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. നമുക്ക് ബുഖാരി ഇപ്പോൾ ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം പോലും ഇല്ലാണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. മാ ഊഖിദ ഫീ ബുയൂത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാറുൻ ഷഹറൻ, മാസങ്ങളോളം റസൂലിൻ്റെ ഭാര്യമാരുടെ വീടുകളിൽ ഒരു വിറക് പോലും കത്തിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അത്രത്തോളം ലളിതമായ ജീവിതം, പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ജീവിതം തന്നെയായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ലോകത്ത് സമ്പത്തില്ലെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന് മഹദിയുടെ ജീവിതം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല മഹദിയായ ആയിഷ ബീവി പാവങ്ങൾക്ക് വളരെ ധർമ്മം കൊടുത്ത മഹദിയായിരുന്നു. തൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ പണവും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. മാത്രമല്ല സാമൂഹിക സേവനം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ആയിഷ ബീവി വളരെ മുൻപന്തിയിലായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതാവട്ടെ, മറ്റുള്ള വിഷയങ്ങളിലാവട്ടെ, ജനങ്ങൾക്ക് സാമൂഹിക സേവനം കൊടുക്കണമെന്നുള്ള സന്ദേശം മഹദിയുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല സ്ത്രീകളും വൈജ്ഞാനികമായിട്ട് മുന്നിൽ വരണം, സ്ത്രീകൾക്കും മതബോധം വേണം, സ്ത്രീകളും പഠിക്കണം തുടങ്ങിയിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശം മഹദി അവർ പൊതുസമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു നല്ലൊരു നേതൃത്വ ഗുണം മഹദിയിലുണ്ടായിരുന്നു. അവർ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു. പല സ്വഹാബികളും അഭിപ്രായം ചോദിച്ചുകൊണ്ടും മറ്റുമൊക്കെ മഹദിയുടെ അടുക്കിലേക്ക് ചെല്ലാറുണ്ടായിരുന്നു. മാത്രമല്ല ദാമ്പത്യ ജീവിതം വളരെ സന്തോഷമാക്കണമെന്നുള്ളൊരു സന്ദേശം മഹദിയുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ജീവിതം വളരെ സൗഹാർദ്ദപരമായിരുന്നു. ആ ജീവിതത്തിൽ പല ആളുകളും അസൂയ പൂണ്ടുകൊണ്ട് നോക്കുന്ന രൂപത്തിലേക്ക്, അത്രക്കും സന്തോഷവും സൗഹാർദ്ദവും നിറഞ്ഞ രൂപത്തിലേക്ക് പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്ര വലിയ അറിവുണ്ടായിട്ട് പോലും വിനയത്തിൻ്റെ വളരെ മാതൃക സൃഷ്ടിക്കുന്ന രൂപത്തിലായിരുന്നു മഹദി ഉണ്ടായിരുന്നത്. വലിയ അറിവുണ്ടായിട്ട് പോലും വിനയമായിരുന്നു മഹദിക്ക്. കുടുംബബന്ധം പുലർത്തുന്നിടത്തും മറ്റുമൊക്കെ വലിയ മാതൃക മഹദിയിലുണ്ട്. മാത്രമല്ല പല സ്വഹാബത്തും ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. ദുആഇന് അത്രത്തോളം മഹത്വം മഹദിയുടെ അടുക്കൽ നിന്നും ഇജാബത്തുള്ള രൂപത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് പകർന്നു നൽകിയത്, നബിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഉമ്മത്തിന് അറിവ് പകർന്നു തന്നത് ആയിഷ ബീവിയാണ്. ധാരാളം സ്വഹാബികളും താബികളും മഹദിയുടെ അടുക്കിലേക്ക് അറിവ് പഠിക്കാൻ ചെന്നതായിട്ടും മഹദിയുടെ ആ ഒരു വിശേഷണം, നല്ലൊരു അധ്യാപികയായിരുന്നു എന്നുള്ള വിശേഷണം നമുക്ക് ഈ ജീവിതത്തിൽ നിന്ന് പകർന്നു തന്നിട്ടുമുണ്ട്. അപ്പോൾ ആയിഷ ബീബി ധാരാളം സ്വഹാബികളുടെയും താബികളുടെയും ഗുരുവന്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റായ അറിവ് ഒരിക്കലും മഹദി കൊടുത്തിട്ടില്ല. മാത്രമല്ല സ്ത്രീകൾക്ക് മതവിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളൊരു അവകാശം രൂപത്തിൽ അവർക്ക് ആത്മീയത വേണം, നിസ്കാരത്തിലാവട്ടെ ഇബാദത്തിലാവട്ടെ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ മഹദിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്ന സന്ദേശങ്ങളാണ്. സ്വർഗീയ വനിതകളുടെ നേതൃത്വത്തിലിരിക്കുന്ന മഹദി അവറുകൾ നമുക്കറിയാം നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്ന വലിയ സന്ദേശമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക് മഹദിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കണം. അവർക്കൊക്കെ ഇത് വലിയ മാതൃകയാണ്. മഹദിയുടെ ജീവിതത്തിൽ എന്നും ഗുണപാഠമാണ്. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തലമുറയ്ക്ക് മഹദിയുടെ ജീവിതം വലിയ ഉപദേശമാണ്. ഈ ജീവിതം നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എത്ര വലിയ പരീക്ഷണം വന്നാലും അതിൽ ക്ഷമിച്ചിരിക്കണമെന്നുള്ളതും നല്ല വിദ്യാഭ്യാസം പഠിക്കണമെന്നുള്ളതും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ളതും വലിയ സന്ദേശമാണ്. മഹദി അവർ ഹിജ്റ 58 വഫാത്തായി.
വഫാത്താകുന്ന സമയത്ത് മഹദി അവറുകൾക്ക് 66-7 വയസ്സുണ്ടായിരുന്നു. 67 വയസ്സുണ്ടായിരുന്നു. ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് റമദാൻ മാസം 17-ാമത്തെ ദിവസം 17-ാമത്തെ രാവിലാണ് മഹദി അവർ വഫാത്തായതെന്നാണ്. മദീനയിലായിരുന്നു മഹദി അവറുകൾ വഫാത്തായതും അവിടെയാണ് മറവ് ചെയ്യപ്പെടുന്നത്. അവസാന സമയം വരെ ആയിഷ ബീബി തൻ്റെ ഫിഖിയായ ഫത്വകളും ഹദീസുകളും ഒക്കെ പകർന്നു കൊടുത്തിരുന്നു. ജനാസ നമസ്കാരം മദീനയിലെ ഗവർണറായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് ജനാസ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ജന്നത്തുൽ ബഖീയിൽ മഹദി അവറുകളെ മറവ് ചെയ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമുക്ക് ഇരു ലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.